ഇസ്രായേൽ വീണ്ടും ഗാസയിൽ ബോംബിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാസ മുനമ്പിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനാണ് ഇസ്രായേലിന്റെ ശ്രമം. ഇതിനിടെ യമനിലെ ഹൂത്തി വിമതർ കടലിൽ ഒരു ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഇസ്രായേലാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുമെന്ന് തീർച്ച. കൂടുതൽ പ്രക്ഷോഭങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. യുഎസിന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ടെഹ്റാനിന്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോവും നത്തൻസും പ്രത്യേക ശ്രദ്ധയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇറാന്റെ ആണവ പ്രോഗ്രാമിന്റെ ഹൃദയമായ ഇവ രണ്ടും യുറേനിയം ശുദ്ധീകരിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളാണ്. പ്രത്യേകിച്ച് നത്തൻസ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇവിടെയാണ് ലക്ഷ്യമിടാൻ സാധ്യത. മാത്രമല്ല, ഇവിടം ആക്രമിക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര പ്രതികരണം കടുത്തതായിരിക്കും. എന്തുകൊണ്ട് ഇപ്പോൾ എന്താണ് ഇറാൻ ആക്രമിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത്? ഇതിനുള്ള ഉത്തരം കഴിഞ്ഞ ഒക്ടോബറിലാണ് കിടക്കുന്നത്. ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയതിന് പ്രതികാരമായി ഇസ്രായേൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തിരുന്നു. ആ സമയത്ത് ഇസ്രായേൽ ഇറാന്റെ ആണവ സൈറ്റുകളെയും ലക്ഷ്യമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്നത്തെ ജോ ബൈഡൻ നേതൃത്വത്തിലുള്ള അമേരിക്ക ഇതിന് ബ്രേക്ക് ഇട്ടു. അതോടുകൂടി ഇസ്രായേൽ ആ ദൗത്യത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. 2025 തുടക്കത്തിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതി ഇട്ടെങ്കിലും അപ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന ട്രംപിന്റെ പിന്തുണ എളുപ്പമായി ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു കരുതി. എന്നാൽ ഇക്കാര്യത്തിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഇസ്രായേലിനേക്കാൾ കൂടുതൽ ഒരു കരാറിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ അദ്ദേഹം ഇറാനുമായി ഒരു ആണവ കരാറിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇറാൻ വിജയിക്കണം, ഒരു മികച്ച രാജ്യമാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇറാൻ ആണവ അഭിലാഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രംപിന്റെ ആദ്യ ചുറ്റിക്കളിയല്ല ഇത്. 2015 ഇറാൻ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ആണവ കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. 2017 ട്രംപ് പ്രസിഡന്റ് ആവുകയും 2018 ഈ കരാറിൽ നിന്നും US പിന്മാറുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം ലോകം ഇറാനുമായി മറ്റൊരു ആണവ കരാറിനായി പോരാടാനും ഇടയായി. അങ്ങനെ ആയപ്പോൾ ട്രംപ് വീണ്ടും ആ പഴയ കരാറിൽ തന്നെ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. ഇറാൻ ആണവായുധം നിർമ്മിക്കാതിരിക്കണം, ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് നിർത്തണം, പോക്സി യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം. ഇങ്ങനെ പോകുന്നു ട്രംപ് ആഗ്രഹിക്കുന്ന കരാറിലെ നിബന്ധനകൾ. ഇറാൻ ആണവായുധം കൈവശം വെക്കാൻ പാടില്ലെന്ന് ട്രംപ് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നത്. ഇതിനു മുമ്പ് ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ട്രംപ് തടഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നിട്ടും നെതന്യാഹു വീണ്ടും ഈ ആലോചനയിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ട്രംപ് പശ്ചിമേഷ്യയിൽ ഒരു പര്യടനം നടത്തുകയുണ്ടായി. എന്നാൽ സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ സന്ദർശിച്ചെങ്കിലും ഇസ്രായേൽ ഒഴിവാക്കുകയായിരുന്നു. പരസ്യമായി വിള്ളലിന്റെ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ഇസ്രായേൽ അവഗണിക്കപ്പെട്ടതായി തോന്നുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഒന്ന്, ട്രംപ് ഇസ്രായേൽ സന്ദർശിച്ചില്ല. പിന്നെ ഇസ്രായേലുമായി കൂടിയാലോചിക്കാതെ ട്രംപ് സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നീക്കി. ഒരു അമേരിക്കൻ ബന്ധിയെ മോചിപ്പിക്കാൻ ഇസ്രായേലിനെ ഒഴിവാക്കി ഹമാസുമായി അദ്ദേഹം ഒരു കരാറുണ്ടാക്കി. ഹൂത്തികളുമായി അദ്ദേഹം ഒരു വെടിനിർത്തൽ കരാർ പോലും ഉണ്ടാക്കി. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് ട്രംപിനെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണോ എന്നാണ് ഇപ്പോഴത്തെ പ്രധാന സംശയം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം വേണം. ഈ കേന്ദ്രങ്ങൾ ഭൂമിക്കടിയിൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളോടുകൂടി സംരക്ഷിക്കപ്പെട്ടിരുന്നു. USന്റെ നിരീക്ഷണവും രഹസ്യാന്വേഷണവും ഇല്ലാതെ ഇത് വലിയൊരു ചൂതാട്ടമാണ്, വളരെ ഉയർന്ന പന്തയമാണ്. ഒരു തെറ്റായ നീക്കം മതി പശ്ചിമേഷ്യ മുഴുവൻ തീ പിടിക്കാൻ. ഇറാൻ തിരിച്ചടിക്കും, ഹൂതികൾ ആക്രമണം വർദ്ധിപ്പിക്കും. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കയും പതിയെ കുഴപ്പത്തിലേക്ക് വലിച്ചഴിക്കപ്പെട്ടേക്കാം. നിലവിൽ വാഷിംഗ്ടൺ DC ഇസ്രായേലിന് അനുമതി നൽകിയിട്ടില്ല. അതില്ലാതെ നെതന്യാഹു ഒരു വലിയ റിസ്ക് തന്നെ എടുക്കേണ്ടിയും വരും. ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് നോക്കി നിൽക്കുന്നത് ഇപ്പോൾ അതുമാത്രമാണ്. നെതന്യാഹു പിന്മാറുമോ അതോ തീപ്പൊരി കത്തിക്കുമോ?